നമസ്കാരം. കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദും കോഴിക്കോട് ആസ്ഥാനമായുള്ള ഡെന്റൽ എൻജിഒ ആയ ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഡോക്ടർ വിവേക് ജിയും ചേർന്ന് തയ്യാറാക്കിയ പഠന സാമഗ്രികളെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ച ഓഡിയോ പരമ്പരയുടെ ഭാഗമാണിത്. ദീർഘകാല പരിചരണം നൽകുന്നവർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, അംഗനവാടി ആശ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, കൂടാതെ വീട്ടിലിരുന്ന് പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾ എന്നിവർക്കായി പാലിയേറ്റീവ് ജെറിയാട്രിക് ഓറൽ ഹെൽത്ത് കെയർ പരിശീലന സാമഗ്രിയായി ഇത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നു. ഈ മോഡ്യൂളുകൾ പൂർത്തിയാക്കുന്നതിലൂടെ പങ്കെടുക്കുന്നവർക്ക് വായിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും ആശ്രിതരായ രോഗികളുടെ ദൈനംദിന വായ ശുചിത്വം ഉറപ്പാക്കാനും ചെറിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരു ദന്തഡോക്ടറുടെ സഹായം ആവശ്യമുള്ള കേസുകൾ കണ്ടെത്താനും സാധിക്കും. കമ്മ്യൂണിറ്റി ഓറൽ കെയർ അസിസ്റ്റന്റ് പരിശീലനത്തിനായുള്ള ഈ പഠന സഹായിയുടെ 10ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഇതുവരെയുള്ള മൊഡ്യൂളുകളിലൊക്കെ ഈ ആശ്രയിച്ചു കഴിയുന്നവരുടെ വായ എങ്ങനെ സുരക്ഷിതമായി വൃത്തിയാക്കാം, സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ ശുചിത്വം എങ്ങനെ നിലനിർത്താം എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, അല്ലേ? അതെ. ഈ 10ാം മൊഡ്യൂൾ നിങ്ങൾ നേടിയ അറിവ് അത് എങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് എത്തിക്കാമെന്നതിനെക്കുറിച്ചാണ്. അതായത്, നിങ്ങളൊരു പരിചാരകൻ എന്നതിനപ്പുറം നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ വായുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു പ്രചോദനമായി എങ്ങനെ ഒരു ഓറൽ ഹെൽത്ത് അംബാസഡറായി മാറാം. ഇതാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും. നിങ്ങൾ ഈ കോഴ്സിലൂടെ നേടിയ അറിവത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ. കാരണം ദന്ത ഡോക്ടർമാരുടെ സേവനം എല്ലായ്പ്പോഴും എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലേ? പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ കുറച്ചൊറ്റപ്പെട്ട സ്ഥലങ്ങളിലോ ഒക്കെ. അവിടെയാണ് നിങ്ങളെപ്പോലെ ഈ കാര്യങ്ങളിൽ പരിശീലനം കിട്ടിയ ആളുകളുടെ പ്രാധാന്യം വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അത് വലിയൊരു മാറ്റത്തിന് തുടക്കമിടും. തീർച്ച. ഈ സാമൂഹിക തലത്തിലുള്ള ബോധവൽക്കരണം അതെന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമാവുന്നത്? ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇതൊക്കെ ഡോക്ടർമാർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ ചെയ്യേണ്ട ജോലിയല്ലേ എന്ന്. അതൊരു നല്ല ചോദ്യമാണ്. ശരിയാണ്, ആരോഗ്യ പ്രവർത്തകർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിലെ കണക്കുകൾ നോക്കിയാൽ ഭൂരിഭാഗം ആളുകൾക്കും കൃത്യമായ ഒരു ദന്തപരിചരണം കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. പലയിടങ്ങളിലും ഇപ്പോഴും ഈ പല്ലിന്റെ പ്രശ്നങ്ങളെ അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. പ്രായമാവുമ്പോൾ പല്ല് പോകുന്നത് ഒരു സാധാരണ കാര്യമല്ലേ, സ്വാഭാവികമല്ലേ എന്നൊക്കെ കരുതുന്ന ധാരാളം പേരുണ്ട്. അതല്ലെങ്കിൽ ചിലർക്ക് ദന്ത ഡോക്ടറെ കാണാൻ പേടിയോ മടിയോ ഒക്കെ ഉണ്ടാവാം. സ്കൂളുകളിൽ പോലും ഈ വായുടെ ആരോഗ്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അറിവ് കിട്ടുന്നുണ്ടോ എന്നതും ഒരു സംശയമാണ്. ശരിയാണ്. അപ്പൊ നിങ്ങൾ ഈ പരിശീലനത്തിലൂടെ നേടിയ ശരിയായ ലളിതമായ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിപ്പിൾ ഇഫക്റ്റ് പോലെയാണെന്ന് പറയാം, അല്ലേ? ഒരാൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നു, അവര് വേറെ കുറച്ചുപേരെ പഠിപ്പിക്കുന്നു, അങ്ങനെ ആ അറിവ് പതുക്കെ പതുക്കെ പടർന്നു പോകുന്നു. അതെ അതെ. നിങ്ങൾ നേരത്തെ ഒരു പ്രധാനപ്പെട്ട വാക്കുപയോഗിച്ചല്ലോ, അംബാസിഡർ. ഒരു ഓറൽ ഹെൽത്ത് അംബാസിഡർ എന്ന് പറയുമ്പോൾ അതൊരു ഡോക്ടറോ അല്ലെങ്കിൽ വലിയൊരു വിദഗ്ധനോ ആകണമെന്നില്ല. മറിച്ച് വായുടെ അടിസ്ഥാന ആരോഗ്യത്തെക്കുറിച്ചും ഈ പരിചരണത്തെക്കുറിച്ചുമൊക്കെ ഒരു വ്യക്തമായ ധാരണയുള്ള ഒരാൾ, അത് ലളിതമായ ഭാഷയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ മനസ്സുള്ള ഒരാൾ, അത്രയേ വേണ്ടൂ. അവർക്ക് ആളുകളെ ശരിയായ രീതിയിൽ പല്ല് തേക്കാൻ പഠിപ്പിക്കാൻ പറ്റും. കൃത്രിമ പല്ലുകൾ, അതായത് ഡെൻച്ചറുകൾ എങ്ങനെ വൃത്തിയാക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. വായിലെ ചില അപകട സൂചനകൾ നേരത്തെ തിരിച്ചറിയാൻ സഹായിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളവരെ ശരിയായ വൈദ്യസഹായം തേടാൻ പ്രേരിപ്പിക്കാനും അതിന് സഹായിക്കാനും സാധിക്കും. ഓക്കെ. അതായത് ഈ കോഴ്സിലൂടെ കിട്ടിയ അറിവ്, അതിനൊപ്പം കുറച്ച് ക്ഷമയും മറ്റുള്ളവരോട് സംസാരിക്കാനുള്ളൊരു മനസ്സും പിന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ളൊരു കഴിവുമുണ്ടെങ്കിൽ ആർക്കും ഈ റോൾ ഏറ്റെടുക്കാൻ പറ്റും. കൃത്യമായി പറഞ്ഞു. അതെ. ഇനി ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചില കഴിവുകൾ ആവശ്യമുണ്ട്. സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇവ വളരെ പ്രധാനമാണ്. നമുക്ക് പ്രധാനമായും ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, എന്തൊക്കെയാണവ? ഒന്നാമത്തേത് ആശയവിനിമയശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നിങ്ങൾ സംസാരിക്കുന്നത് സാധാരണക്കാരുമായിട്ടാണല്ലേ? അതുകൊണ്ട് വളരെ ലളിതമായ ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നാട്ടിലെ സംസാര രീതിയിൽ തന്നെ സംസാരിക്കുക. ഈ വൈദ്യശാസ്ത്ര സംബന്ധമായ വാക്കുകൾ,
അതായത് മെഡിക്കൽ ജാർഗൺ എന്ന് പറയില്ലേ, അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് പെരിയോഡോണ്ടൽ ഡിസീസ് എന്ന് നമ്മൾ ടെക്നിക്കലായി പറയും. പക്ഷേ സാധാരണക്കാരോട് പറയുമ്പോൾ മോണയിൽ അഴുക്കടിഞ്ഞുകൂടിയിട്ട് പഴുപ്പും വീക്കവുമൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മതി. അതവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശരി ശരി. ഉള്ള കഴിവ്, ഡെമോൺസ്ട്രേഷൻ സ്കിൽസ്. നമ്മൾ എത്ര പറഞ്ഞാലും ചില കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ആളുകൾക്കത് ശരിയായി ഓർമ്മയിൽ നിൽക്കുക. പല്ല് തേക്കുന്ന ശരിയായ രീതി, ഒരു പല്ലിൻ്റെ മോഡലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാം. കൃത്രിമ പല്ല് എങ്ങനെയാണ് ഊരി വൃത്തിയാക്കേണ്ടതെന്ന് ഒരു പാത്രത്തിലെ വെള്ളമെടുത്ത് കാണിക്കാം. പ്രായമായവരുടെ വായ തുടച്ചു കൊടുക്കുമ്പോൾ എത്ര മൃദുവായിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണല്ലോ. അതെ അതെ, ഈ കാണിച്ചു കൊടുക്കൽ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് ഈ പ്രായോഗികമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ. യുജെ വളരെ പ്രധാനമാണ്. ഇനി മൂന്നാമത്തെ കഴിവ് പ്രചോദിപ്പിക്കാനുള്ള കഴിവാണ്, മോട്ടിവേഷൻ സ്കിൽസ്. ആളുകളെ കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ? നമ്മൾ സ്വയം അതൊരു മാതൃകയാവുക എന്നതാണ്. നിങ്ങളുടെ സ്വന്തം വായും പല്ലും നല്ല വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങൾ കണ്ടിട്ടുള്ള നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഉദാഹരണത്തിന്, വായ വൃത്തിയാക്കാൻ തുടങ്ങിയതിനു ശേഷം നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ അനുഭവം. അതുപോലെ ചെറിയ മാറ്റങ്ങളെപ്പോലും പ്രോത്സാഹിപ്പിക്കണം. ഒരു കുട്ടി 2 നേരം പല്ല് തേക്കാൻ തുടങ്ങിയെന്ന് കേട്ടാൽ അവരെയൊന്ന് അഭിനന്ദിക്കുന്നത്, അത് തുടർന്നും ചെയ്യാൻ അവർക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഓക്കെ, അപ്പോ ആശയവിനിമയം, പിന്നെ ഈ പ്രദർശനം, പ്രചോദനം, ഈ 3 കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം ആളുകളിലേക്ക് നന്നായി എത്താനും അവരത് സ്വീകരിക്കാനും പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധ്യത കൂടും, അല്ലേ? അതെ, തീർച്ചയായും. ശരി, ഈ കഴിവുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടി നമുക്ക് നടത്താൻ സാധിക്കുക? ചിലപ്പോൾ ആളുകൾക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടാകാം. വളരെ പ്രായോഗികമായ ഒരു ചോദ്യമാണത്. ഒരു വലിയ പ്രസംഗം നടത്തുകയോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ വിളിച്ചുകൂട്ടി ക്ലാസ് എടുക്കുകയോ ഒന്നുമല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ചെറിയ ലളിതമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഒരു സാമൂഹിക ബോധവൽക്കരണ സെഷൻ നടത്തുമ്പോൾ നമുക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ ഓർക്കാം. 1, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായി അറിയുക. നോ യുവർ ഓഡിയൻസ്. നിങ്ങൾ സ്കൂൾ കുട്ടികളോടാണോ സംസാരിക്കുന്നത്, അതോ സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളോടാണോ, അല്ലെങ്കിൽ പ്രായമായവരുടെ ഏതെങ്കിലും കൂട്ടായ്മയിലാണോ? ഓരോ ഗ്രൂപ്പിനും മനസ്സിലാവുന്ന രീതിയിലും അവർക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾക്കുമായിരിക്കണം നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. വായയുടെയും പ്രശ്നങ്ങളുള്ള വായയുടെയും ചിത്രങ്ങൾ കാണിക്കാം. പല്ലിൻ്റെ ഒരു മാതൃക കിട്ടുമെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ ഫ്ലിപ്പ് ചാർട്ടുകൾ, പോസ്റ്ററുകളൊക്കെ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ടൂത്ത് ബ്രഷും പേസ്റ്റും കൃത്രിമ പല്ലുണ്ടെങ്കിൽ അതും നല്ല ഉപകരണങ്ങളാണ്. പിന്നെ പ്രാദേശിക ഭാഷയിലുള്ള ചെറിയ ലഘുലേഖകളോ പാട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഈ മുമ്പും ശേഷവും ചിത്രങ്ങളൊക്കെ സാധാരണ കാണാറുണ്ടല്ലോ, അത് ഫലപ്രദമാവുമോ? തീർച്ചയായും, അത് വളരെ ഫലപ്രദമാണ്. ആളുകൾക്ക് ആ വ്യത്യാസം നേരിട്ട് കാണാൻ പറ്റുമല്ലോ. മൂന്നാമത്തെ കാര്യം, പരിപാടി ചെറുതും സംവാദാത്മകവുമാക്കുക. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് ഇൻട്രാക്റ്റീവ്. ആളുകളുടെ ശ്രദ്ധ അധിക നേരം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 15-20 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ച് അവരെയും ഈ സംസാരത്തിൽ പങ്കാളികളാക്കുക. നിങ്ങളിൽ എത്ര പേർ രാത്രി കിടക്കുന്നതിന് മുൻപ് പല്ലു തേക്കാറുണ്ട് എന്നോ, കൃത്രിമ പല്ല് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഇതൊരു ക്ലാസ് പോലെ തോന്നരുത്, ഒരു ചർച്ച പോലെ തോന്നണം. അപ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും, ഇടപെടും. ശരിയാണ്. 4ാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രദർശനവും പരിശീലനവും, ഡെമോൺസ്ട്രേറ്റ് ആൻഡ് പ്രാക്ടീസ്. പല്ല് തേക്കുന്ന രീതി കാണിക്കുക. പറ്റുമെങ്കിൽ അവിടെയുള്ള ആരെയെങ്കിലും കൊണ്ട് ചെയ്യിക്കുക. കൃത്രിമ പല്ല് എങ്ങനെ വൃത്തിയാക്കാം എന്ന് കാണിക്കുക. 5ാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം, ഒരു തുടർപ്രവർത്തനത്തിനുള്ള ആഹ്വാനത്തോടെ അവസാനിപ്പിക്കുക. എൻഡ് വിത്ത് എ കോൾ ടു ആക്ഷൻ. വെറുതെ കേട്ടുപോവുക എന്നതിനപ്പുറം അവർക്കെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തോന്നണം. ഉദാഹരണത്തിന്, ഇന്ന് ഇവിടെ കേട്ട കാര്യം വീട്ടിൽ ചെന്ന് ഒരാളോടെങ്കിലും പറയണം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിലെ പ്രായമായവരുടെ വായ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്ന ചെറിയ പ്രായോഗികമായ ലക്ഷ്യങ്ങൾ നൽകാം. ഓക്കെ, അതായത് ആളുകളെ വെറും കേൾവിക്കാർ മാത്രമാക്കാതെ അവരെയും ഇതിൽ പങ്കാളികളാക്കുക എന്നതാണ് പ്രധാനം. ലളിതമായ കാര്യങ്ങൾ, ലളിതമായ ടൂൾസ്, കുറഞ്ഞ സമയം. അതെ, വലിയ മാറ്റങ്ങൾ വരുന്നത് എപ്പോഴും അത്തരം ചെറിയ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ്. എന്നാൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കണമെങ്കിൽ
അവരുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള ചില തെറ്റിദ്ധാരണകളെ കൂടി നമ്മൾ ശരിയാക്കേണ്ടി വരും അല്ലേ? ഈ വായുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ശരിയാണ്. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അത്തരം മിഥ്യാധാരണകളെ ക്ഷമയോടെ സൗഹൃദപരമായി തിരുത്തേണ്ടത് ഒരു ഓറൽ ഹെൽത്ത് അംബാസഡറുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. സാധാരണയായി കണ്ടുവരുന്ന ചില തെറ്റിദ്ധാരണകൾ നമുക്കൊന്ന് നോക്കാം. മിഥ്യ 1. പ്രായമായാൽ പല്ല് കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. ഇത് ഒരുപാട് പേര് വിശ്വസിക്കുന്ന കാര്യമാണ്. സത്യം അങ്ങനെയല്ല. ശരിയായ പരിചരണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പല്ലുകൾ ആജീവനാന്തം നിലനിർത്താൻ സാധിക്കും. പ്രായം മാത്രം ഒരു കാരണമല്ല പല്ലുപോകാൻ. മിഥ്യ 2. പുകയിരി ചായ്ക്കുന്നത് പല്ലിന് ബലം നൽകും അല്ലെങ്കിൽ വായ വൃത്തിയാക്കുമെന്നൊക്കെ ചിലർ പറയാറുണ്ട്. സത്യം, ഇത് വളരെ അപകടകരമായ ഒരു തെറ്റിദ്ധാരണയാണ്. പുകയിലയുടെ ഉപയോഗം വായിൽ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാകും. ഇത് പല്ലിനോ മോണയ്ക്കോ ഒരു ഗുണവും ചെയ്യില്ല, ദോഷം മാത്രമേ ചെയ്യൂ. മിഥ്യ 3. കൃത്രിമ പല്ലുകൾ, അതായത് ഡെഞ്ചറുകൾ, രാത്രിയിൽ ഊരി വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം മതി, അത് പ്രത്യേകം ബ്രഷ് ചെയ്ത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എന്ന് ചിലർ കരുതുന്നു. സത്യം, അതും തെറ്റാണ്. കൃത്രിമ പല്ലുകളിൽ ഭക്ഷണത്തിന്റെ അംശങ്ങളും അണുക്കളും, ചിലപ്പോൾ പൂപ്പൽ, ഫംഗസ് വരെ അടിഞ്ഞുകൂടാം. ഇത് വായിൽ അണുബാധയുണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ട് എല്ലാ ദിവസവും ഊരിയെടുത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കണം. അതുപോലെ രാവിലെ പല്ല് തേച്ചാൽ മാത്രം മതി, രാത്രി തേക്കേണ്ടതില്ല എന്നൊരു ധാരണയും വളരെ കോമണായി കേൾക്കാറുണ്ട്. അതെ, അതും വലിയൊരു തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപുള്ള പല്ലുതേപ്പാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ വായിലെ ഉമിനീരിന്റെ ഉൽപ്പാദനം കുറയും. അപ്പോൾ അണുക്കൾക്ക് വളരാനും പെരുകാനും നല്ലൊരു സാഹചര്യമാണ് വായിലുണ്ടാവുക. ഈ പറഞ്ഞ തെറ്റിദ്ധാരണകളെയൊക്കെ നമ്മൾ സൗമ്യമായിട്ട് നല്ല ഉദാഹരണങ്ങൾ വെച്ച് തിരുത്തുമ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലാകും. ശരിയാണ്. ഈ വ്യക്തിപരമായ ശ്രമങ്ങൾക്കൊപ്പം നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ആരോഗ്യ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതിന്റെയൊക്കെ ഫലം കൂട്ടാൻ സഹായിക്കില്ലേ? തീർച്ചയായും. ഒറ്റയ്ക്ക് നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പരിധിയുണ്ട്. പക്ഷേ കൂട്ടായി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം പല മടങ്ങാവും. നിങ്ങളുടെ പ്രദേശത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, PHCs, ആശാപ്രവർത്തകർ, അങ്കണവാടികൾ, സ്കൂളിലെ അധ്യാപകർ, പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ സമിതികൾ, ഇവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അതുപോലെ പല ഡെന്റൽ കോളേജുകളും പിന്നെ ഡെന്റിസ്റ്റ് ആൻഡ് യു പോലുള്ള സന്നദ്ധ സംഘടനകളും NGOs സൗജന്യമായി ദന്തപരിശോധനാ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. അവരുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ഈ സഹകരണം എങ്ങനെ പ്രായോഗികമാക്കാം? ഒരു സാധാരണ വ്യക്തിക്ക് ഇതിലെങ്ങനെയൊക്കെ പങ്കുചേരാൻ പറ്റും? നിങ്ങൾക്ക് പല രീതിയിൽ സഹായിക്കാനാകും. ഉദാഹരണത്തിന്, നിങ്ങളുടെ വാർഡിൽ ഒരു ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കാൻ മുൻകൈയെടുക്കാം. അതിന് ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിക്കാം. കിടപ്പിലായ രോഗികളുടെയും അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള മറ്റ് ആളുകളുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ ആശാവർക്കർമാരെയോ മറ്റോ സഹായിക്കാം. ചികിത്സ ആവശ്യമുള്ളവരെ കണ്ടെത്തിയാൽ അവരെ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രികളിലേക്കോ എത്തിക്കാൻ വേണ്ട സഹായം ചെയ്യാം. ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ അവരോടൊപ്പം പോയി വായുടെ ആരോഗ്യം പരിശോധിക്കുന്നതിൽ നിങ്ങൾക്ക് പങ്കുചേരാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പോ ഈ പങ്കാളിത്തത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു വ്യാപ്തി കൂട്ടാൻ സാധിക്കും. ഇനി ഓരോ പ്രത്യേക ഗ്രൂപ്പുകളെ, ഉദാഹരണത്തിന് കുടുംബങ്ങൾ, സ്കൂളുകൾ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ, ഇവരെ എങ്ങനെയാണ് കൂടുതൽ ഫലപ്രദമായി സമീപിക്കാൻ കഴിയുക? ഓരോന്നിനും അതിൻ്റെതായ രീതികളുണ്ടാകുമല്ലോ. ഉണ്ടാകും. ഓരോ ഗ്രൂപ്പിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. സമീപനത്തിലും വ്യത്യാസം വരും. കുടുംബങ്ങളിലാണെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ഒരുമിച്ച് പല്ലു തേക്കുന്നത് ഒരു രസകരമായ ശീലമാക്കാൻ പ്രോത്സാഹിപ്പിക്കാം. വീട്ടിലെ പ്രായമായവരെ കൃത്യമായി വായ വൃത്തിയാക്കാൻ ഓർമ്മിപ്പിക്കുന്നത് ഒരു ശീലമാക്കാം. സ്കൂളുകളിലാണെങ്കിൽ ടീച്ചർമാരുടെ സഹായത്തോടെ ആഴ്ചയിലൊരിക്കൽ ഒരു ടൂത്ത് ബ്രഷിംഗ് ഡേ പോലെ എന്തെങ്കിലും സംഘടിപ്പിക്കാം. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കളികളിലൂടെയൊക്കെ വായുടെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കാം. വൃദ്ധസദനങ്ങൾ, ഓൾഡ് ഏജ് ഹോംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ അവിടുത്തെ ജീവനക്കാർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അവിടെ താമസിക്കുന്ന പലർക്കും സ്വന്തമായി വായ വൃത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ശരിയാണ്. അവർക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള മൃദുവായ ബ്രഷുകൾ, സോഫ്റ്റ് ബ്രസ്റ്റൽ ബ്രഷസ് ലഭ്യമാക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോ ഗ്രൂപ്പിനും വേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം.
ഉം. ഇങ്ങനെ ഓരോ തലത്തിലും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് സമൂഹത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരുന്നത്. വീട്, സ്കൂള്, സമൂഹം എല്ലായിടത്തും ഈ വായുടെ ആരോഗ്യത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടണം. അതെ, അവിടെയാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ആശയം വരുന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിന് പകരം നിങ്ങളെപ്പോലെ ഈ കാര്യത്തിൽ താൽപ്പര്യമുള്ള മറ്റുള്ളവരെ കൂടി ചേർത്ത് ഒരു ഓറൽ ഹെൽത്ത് അംബാസിഡർമാരുടെ ശൃംഖല, നെറ്റ്വർക്ക് ഓഫ് ഓറൽ ഹെൽത്ത് അംബാസിഡേഴ്സ് ഉണ്ടാക്കുകയെന്നത്. ഓ, അതൊരു മികച്ച ആശയമായി തോന്നുന്നു. ഒരു കൂട്ടായ്മയുടെ ശക്തി എപ്പോഴും വലുതാണല്ലോ, അല്ലേ? തീർച്ചയായും ഓരോ വാർഡിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ഈ പരിശീലനം കിട്ടിയ കുറച്ചുപേര് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ശരിക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ ശൃംഖലയിലെ ഓരോ അംഗത്തിനും ഒരു നിശ്ചിത എണ്ണം വീടുകളുടെ, ഒരു 10-15 വീടുകളുടെ എന്ന് വെച്ചോളൂ, അവിടുത്തെ ഓറൽ ഹെൽത്ത് കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കും. അവർക്ക് മാസത്തിലൊരിക്കൽ ഈ വീടുകൾ സന്ദർശിക്കാം, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർത്തു കൊടുക്കാം, പുതിയ വിവരങ്ങൾ കൈമാറാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ അത് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാം, ദന്ത ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം, അങ്ങനെ പലതും ചെയ്യാം. ഇത് ശരിക്കും ഒരു സമൂഹം നയിക്കുന്ന ആരോഗ്യ മുന്നേറ്റം, കമ്മ്യൂണിറ്റി ഡ്രിവൺ ഹെൽത്ത് മൂവ്മെന്റായി മാറും. കാരണം പുറത്തുനിന്ന് ഒരാൾ വന്ന് പറയുന്നതിനേക്കാൾ തങ്ങളുടെ ഇടയിൽ തന്നെയുള്ള, തങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ പറയുമ്പോൾ ആളുകൾ അത് കൂടുതൽ സ്വീകരിക്കാനും വിശ്വസിക്കാനും സാധ്യതയുണ്ട്. കൃത്യമാണ്. വടക്കൻ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു ചെറിയ അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെ പരിശീലനം കഴിഞ്ഞ ഒരു കെയർ ഗീവർ അവർ സ്ഥിരമായി സന്ദർശിക്കുന്ന വീടുകളിലെ പ്രായമായവരുടെ വായയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ മുൻകൈയെടുത്ത് ആഴ്ചയിലൊരിക്കൽ ചിരി റൗണ്ടുകൾ, സ്മൈൽ റൗണ്ട്സ് എന്ന പേരിൽ ഒരു ചെറിയ പരിപാടി അവിടെ തുടങ്ങി. വീട്ടിലെ കുട്ടികൾ അവരുടെ മുതിർന്നവരെ കൃത്രിമ പല്ല് വൃത്തിയാക്കാൻ സഹായിക്കുക. അതായിരുന്നു സംഭവം. ഇത് ശ്രദ്ധയിൽപ്പെട്ട അവിടുത്തെ സ്കൂൾ അധികൃതർ ഇവരെ സ്കൂളിൽ കുട്ടികളോട് സംസാരിക്കാൻ ക്ഷണിച്ചു. അങ്ങനെ ഏകദേശം ഒരു 6 മാസം കൊണ്ട് ആ പ്രദേശത്തെ മിക്ക വീടുകളിലും ടൂത്ത് ബ്രഷും പേസ്റ്റും എത്തിക്കാൻ സാധിച്ചു. ചില സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും കിട്ടി. കൊള്ളാം. വളരെ പ്രചോദനം നൽകുന്നൊരനുഭവമാണത്. ഒരാളുടെ ചെറിയൊരു തുടക്കം അതെങ്ങനെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ സ്വാധീനിച്ചു എന്നതിന്റെ നല്ലൊരു ഉദാഹരണം. അതെ. അതുപോലെ എനിക്ക് 70 വയസ്സുണ്ട്. ഇപ്പൊ കൃത്യമായി വായ് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭക്ഷണത്തിന്റെ രുചി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പ്രായമായവർ തന്നെ പറയുമ്പോൾ അത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമാകും. അത്തരം യഥാർത്ഥ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം മാറ്റം എപ്പോഴും വലിയ ക്ലിനിക്കുകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ അല്ല തുടങ്ങുന്നത്. അത് നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ മനസ്സുകളിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ശരിയാണ്. അപ്പോ ഈ പരിശീലന പരമ്പരയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ നേടിയ ഈ അറിവ് കേവലം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി കൂടിയാണ് എന്നൊരു തിരിച്ചറിവാണ്. അല്ലേ? നിങ്ങളൊരു പരിചാരകൻ എന്ന റോളിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടു പോയി വായുടെ ആരോഗ്യകാര്യത്തിൽ ഒരു മാറ്റത്തിന്റെ ചാലകശക്തിയാകാൻ, ഒരു ഓറൽ ഹെൽത്ത് അംബാസഡർ ആകാൻ നിങ്ങൾക്ക് സാധിക്കും. അതെ, ഈ 10ാം മൊഡ്യൂളിന്റെ കാതൽ അതുതന്നെയാണ്. വായുടെ ആരോഗ്യമെന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ലളിതമായ ആശയവിനിമയം, കാര്യങ്ങൾ കാണിച്ചു കൊടുക്കൽ, പ്രചോദനം നൽകുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുക, പ്രാദേശിക ആരോഗ്യ സംവിധാനങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കുക, പിന്നെ ദീർഘകാല മാറ്റത്തിനായി ഈ അംബാസഡർമാരുടെ ശൃംഖലകളുണ്ടാക്കുക. ആ മൊഡ്യൂളിലെ ഒരു പ്രധാന വാചകം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. പരിചരണത്തിന്റെ യഥാർത്ഥ ശക്തി അത് പങ്കുവയ്ക്കുന്നതിലാണ്. ഒരാൾ 10 പേരെ പഠിപ്പിക്കുമ്പോൾ, അവർ മറ്റു 10 പേരെ പഠിപ്പിക്കുമ്പോൾ ഒരു ചെറിയ കാരുണ്യ പ്രവൃത്തി ആരോഗ്യത്തിന്റെ ഒരു വലിയ മുന്നേറ്റമായി മാറുന്നു. നിങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോ പുഞ്ചിരിയും മറ്റൊരാൾക്ക് പ്രചോദനമാകട്ടെ. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി. ഈ പല്ല് തേക്കാൻ പഠിപ്പിക്കുന്നതിനും വായിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനുമൊക്കെ അപ്പുറം നിങ്ങളുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഒരുപക്ഷെ അവഗണിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ദന്തപ്രശ്നങ്ങളാൽ ഒരുപാട് വിഷമിക്കുന്നവരോ ആയ ആളുകൾക്കിടയിൽ വായുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ നൽകാൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും? നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരു പുഞ്ചിരി എന്നത് എങ്ങനെ അന്തസ്സിന്റെയും പരസ്പരമുള്ള കരുതലിന്റെയും ഒരു അടയാളമാക്കി മാറ്റാൻ കഴിയും? അതൊരു നല്ല ചോദ്യമാണ്. ഒരു ഓറൽ ഹെൽത്ത് അംബാസഡർ എന്ന നിങ്ങളുടെ പുതിയ റോളിലേക്ക് കടക്കുമ്പോൾ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഈ ചർച്ചയിൽ പങ്കുചേർന്നതിനും
ഇത് ശ്രദ്ധിച്ചതിനും എല്ലാവർക്കും നന്ദി.